നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡീഷനും സബ്ട്രാക്ഷനും കഴിഞ്ഞു. ഇനി we have to study the multiplication of fraction. ഫ്രാക്ഷൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാനുണ്ട്. ഫസ്റ്റ് പഠിക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ഫ്രാക്ഷണൽ നമ്പർ ബൈ എ ഹോൾ നമ്പർ. ഒരു ഫ്രാക്ഷണൽ നമ്പറിനെ ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെ? അവിടെ ഒരു സൊല്യൂഷനില് അതിന്റെ എന്താ ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്രാക്ഷണൽ നമ്പർ ഇൻറ്റു ഹോൾ നമ്പർ ഈസ് ഈക്വൽ ടു പേജ് നമ്പർ 122. Fractional number into whole number is equal to numerator of the fractional number into whole number by denominator of the fractional number. ഒന്നുമില്ല, ജസ്റ്റ് ഇപ്പോ 7/12 നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 7/12 എന്ന് പറയുന്ന ഫ്രാക്ഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല, വേറെ ഒന്നും ചെയ്യണ്ട. 7നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിനെ ആ ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റർ അത് തന്നെ എഴുതുക. അപ്പൊ എത്ര കിട്ടും? 7 into 3 21/12. 21/12 എന്ന് കിട്ടും. വേറെ ഒന്നും ചെയ്യാനില്ല. LCM കണ്ടുപിടിക്കാനോ പിന്നെ ഫ്രാക്ഷൻ മാറ്റാനോ ഒന്നുമില്ല. എന്ത് ചെയ്താ മതി? ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 4/13 into 2 ആണെങ്കിൽ 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റർ അത് തന്നെ എഴുതാം. അപ്പൊ എത്ര കിട്ടും? 8/13 എന്ന് കിട്ടും. ഇനി ഒരു മിക്സഡ് നമ്പർ ആണെങ്കിലോ? മിക്സഡ് നമ്പർ ആണെങ്കിലോ അതേപോലെ തന്നെ. പിന്നെ വേറൊരു കാര്യം, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ഹോൾ നമ്പർ ബൈ എ ഫ്രാക്ഷണൽ നമ്പർ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഒരു ഹോൾ നമ്പറിനെ ഫ്രാക്ഷണൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോ 20 into 1/4 ആണെങ്കിൽ 20 into 1/4 ആണെങ്കിൽ 20 into 1 20 into 1/4 equal to 20/4. 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇത് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ 20യെയും 4നെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്രയായിട്ട്? 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് ആൻസർ കിട്ടും. 5 എന്ന് എഴുതാം. 20 into 1/4 5 ആണ്. എന്താ എഡ്വിൻ? അത് മനസ്സിലായില്ല. ഇത് മനസ്സിലായില്ല. നമ്മള് ഏതെങ്കിലും ഒരു ഫ്രാക്ഷനെ മനസ്സിലായില്ല അല്ലെ? ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രാക്ഷൻ 20/4 അല്ലേ? 20/4 അല്ലേ? 20/4നെ ഇവിടെ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന 8/13 ആയതുകൊണ്ട് അതിനെ എന്ത് ചെയ്യണ്ട? ഒന്നും ചെയ്യാൻ പറ്റില്ല. 8നെയും 13നെയും നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ പറ്റില്ല.
റിവൈസ്. എന്താ ഇവിടെ ചെയ്യുന്നേ? എയ്റ്റിനെയും 13നെയും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് അവിടെ തന്നെ 8/13 തന്നെ ആൻസർ വെച്ചു. 20/4 എന്ന് പറയുന്നത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലേ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ 20/4? 20/4 ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ അതിനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാം. പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതുമ്പോൾ എങ്ങനെ? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാം. മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതണമെങ്കിൽ 20/4 ചെയ്യാം. 20/4 5 ആണ്. 5 × 20 20/4 നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതുമ്പോൾ 20/4 5 എന്ന് കിട്ടും. 5 × 4 20 റിമൈൻഡർ 0. മിക്സഡ് ഫ്രാക്ഷനിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന കോഷ്യന്റ് ഹോൾ നമ്പർ ആയിട്ടും റിമൈൻഡർ ന്യൂമറേറ്റർ ആയിട്ടും ഡിവൈസർ ഫ്രാക്ഷൻ ആയിട്ടും എഴുതാം. ഏതൊരു നമ്പറിനെ സീറോയെ ഏതൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0 ന്യൂമറേറ്റർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് മൊത്തമായിട്ട് 0 എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിനെ 20/4 നമ്മൾ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതുമ്പോൾ 5 എന്ന് കിട്ടും. 5 എന്ന് കിട്ടും. അതല്ലാതെ വേറൊരു വഴിയുണ്ട്. 20/4 എന്നുള്ളതിനെ നമുക്ക് ഇവിടെ തന്നെ 4 കൊണ്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാം. സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ രണ്ടിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 20യെയും ഡിവൈഡ് ചെയ്യാം, 4നെയും ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 5/1 എന്ന് കിട്ടും. 5/1 എന്ന് പറയുന്നത് 5 ആണ്. ഒന്നും ചെയ്തിട്ടില്ല. 20/4 എന്ന് പറയുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അതില് പേജ് നമ്പർ 123 പേജ് നമ്പർ 123 കുറെ പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. 3/7 × 6 മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞിട്ട് 3/7 × 6 6/7 × 20 7/11 × 8 ആ ക്വസ്റ്റ്യൻ കണ്ടോ? പേജ് നമ്പർ 123 എക്സൈസ് 6.6 കണ്ടില്ലേ? അതൊരു 4 എണ്ണം ചെയ്തേ. ആ എ എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ് കൊടുത്തതില് ആദ്യത്തെ 4 എണ്ണത്തിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. ഒന്ന് ചെയ്യാനില്ല, അതിന്റെ ഹോൾ നമ്പറും ന്യൂമറേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ആദ്യം മുതൽ ക്ലാസ്സിൽ ഇല്ലാത്തവര് ശ്രദ്ധിച്ചോ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? മൾട്ടിപ്ലൈ 3/7 × 6. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാല് വേറെ ഒന്നും ചെയ്യണ്ട. ന്യൂമറേറ്ററിനെ ആ ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഡിനോമിനേറ്റർ അത് തന്നെ എഴുതാം. 3 × 6/7. 3 × 6 18. 18/7. Next 6/7 × 20. 6/7 × 20. ഇവിടെയും അതുപോലെ തന്നെ ന്യൂമറേറ്റർ 6നെ ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 20/7 equal to 120/7. 120/7.
അടുത്തത് 7/11 into 8. 7/11 into 8 is equal to 7 into 8 by 11 equal to 56 by 11. 56 by 11. അടുത്തത് 3/11 into 15. 3/11 into 15 equal to 3 into 15. 3 into 15 by 11 equal to 45 by 11. ഇങ്ങനെയാണ് ഫ്രാക്ഷനും ഹോൾ നമ്പറും വന്നാല് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. ബാക്കിയുള്ള 4 എണ്ണം. അടുത്തത് ഫൈൻഡ് ദ വാല്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? 1/3 of 27. 1/3 of 27. എങ്ങനെയാ 1/3 of 27 കാണാം? 1/3 of 27 എന്ന് പറഞ്ഞാൽ 27 into 1/3. ഇപ്പൊ ചെയ്യുന്ന പ്രോബ്ലം എഴുതിക്കോ. 27 1/3 of 27 എന്ന് പറഞ്ഞാൽ 27ന്റെ 1/3 പാർട്ട് അല്ലെങ്കിൽ 1/3 പാർട്ട് എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ട എന്താണെന്നറിയോ? ഈ ഡിനോമിനേറ്ററിനെ കൊണ്ട് ഹോൾ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. തന്നിരിക്കുന്ന ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെ കൊണ്ട് ഹോൾ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ 3യെ കൊണ്ട് 27നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. അതാണ് ഇവിടെ ക്യാൻസൽ ചെയ്യുന്നത്. ക്യാൻസലേഷൻ എന്നാ പറയാം. ഈ 3യെ കൊണ്ട് 27നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. അപ്പൊ ഡിനോമിനേറ്ററിലുള്ള 3 അങ്ങ് പോയി, ഒഴിവായി കിട്ടി. ബാക്കി നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ന്യൂമറേറ്ററിൽ 9 into 1 മാത്രമേ ഉള്ളൂ. 9 into 1 equal to 9 ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫ്രാക്ഷൻ തന്നെ ആൻസർ വരണമെന്നില്ല, ഹോൾ നമ്പർ ആയിട്ടും ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2/7 of 350. 2/7 of 350 എന്ന് പറഞ്ഞാൽ 350യുടെ into 2/7 പാർട്ട്. 350 into 2/7. ഇവിടെ അതുപോലെ ഈ ഡിനോമിനേറ്റർ ആയ 7 കൊണ്ട് 350യെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. 7 കൊണ്ട് നമുക്ക് 350യെ ഡിവൈഡ് ചെയ്യാം. 50 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് എന്ത് മാത്രമാണ്? 50 into 2 equal to 100. 50 into 2 equal to 100. അടുത്തത് 1/2 of 62. 1/2 of 62. 62ന്റെ 1/2 പാർട്ട്. ഇവിടെ 2നെ നമുക്ക് 2നെ കൊണ്ട് 62യെ ഡിവൈഡ് ചെയ്യാം. 2നെ കൊണ്ട് 62നെ ഡിവൈഡ് ചെയ്താൽ 31 എന്ന് കിട്ടും. ബാക്കി നമുക്ക് ബാക്കിയുള്ളത് ഇവിടെ 31
into 1 equal to 31. അതുപോലെ അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ, 7/11 into 7/11 അല്ല, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. 7/11 into 176. 176ന്റെ 7/11 പാർട്ട്. 11നെ കൊണ്ട് നമുക്ക് 176നെ ഡിവൈഡ് ചെയ്യാം. 16 എന്ന് കിട്ടും. അതിലെ ആറാമത്തെ ക്വസ്റ്റ്യൻ 7/11 of 176. ഇനി ബാക്കിയുള്ളത് എന്താ? 7 into 16 equal to 112. 112 എന്ന് കിട്ടും. ഇതേപോലെ അതിനകത്തുള്ള ബാക്കി നാലാമത്തെയും അഞ്ചാമത്തെയും ഒന്ന് ചെയ്ത് നോക്കിയേ. 3/5 of 260യും 4/7 of 49ഉം. ആ രണ്ടെണ്ണം മാത്രം ഒന്ന് ചെയ്ത് നോക്കിയേ. കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. 3/5 of 260 അല്ലേ? 260 into 2/5. 2/5 of 260 എന്ന് പറയുമ്പോൾ 260യുടെ 2/5. 260 into 3/5. 260 into 3/5. 5നെ കൊണ്ട് നമുക്ക് 260യെ ഡിവൈഡ് ചെയ്യാം. 5നെ കൊണ്ട് 260യെ ഡിവൈഡ് ചെയ്യുമ്പോൾ 52 എന്ന് കിട്ടും. 52 എന്ന് കിട്ടും. നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കണേ. 260 divided by 5. 26ൽ 5 times 5 into 5, 25, 1, 0, 2 into 5, 10, minus ചെയ്യുമ്പോൾ 0. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കണേ. ഓക്കെ, ഞാനിവിടെ ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഞാൻ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കിട്ടണം എന്നില്ല. നിങ്ങൾ അപ്പോൾ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഇവിടെ ബാക്കിയുള്ളത് എന്താ? 52 into 3. 52 into 3. ഡിനോമിനേറ്റർ മുഴുവനായിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. 52 into 3. 156 എന്ന് കിട്ടും. 156 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് 4/7 of 49. 49ന്റെ 4/7 പാർട്ട്. 4/7. ഈ 7നെ കൊണ്ട് നമുക്ക് 49നെ ഡിവൈഡ് ചെയ്യാം. 7 into 7 ആണ് 49. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? 7 into 4 equal to 28. ഇത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ, ഇനി ചെയ്യാനുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു ഫ്രാക്ഷണൽ നമ്പേഴ്സ്. രണ്ട് ഫ്രാക്ഷണൽ നമ്പേഴ്സ്, രണ്ട് ഫ്രാക്ഷൻസ് എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യാം? അതിനും വലിയ പണിയൊന്നുമില്ല. ഇതിപ്പോ ഒരു ഹോൾ നമ്പറും ഫ്രാക്ഷനും ആകുമ്പോൾ അതിന്റെ ന്യൂമറേറ്ററും ഹോൾ നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഡിനോമിനേറ്റർ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. രണ്ട് ഫ്രാക്ഷൻസ് ആവുമ്പോൾ
ആഡ് ചെയ്യാൻ എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണെങ്കിൽ അതിന്റെ LCM കാണണം, LCM സെയിം ആക്കി കൺവേർട്ട് ചെയ്യണം, അങ്ങനെ എന്തൊക്കെയോ പണിയുണ്ട്. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ആ ഒരു പ്രശ്നമേ വരുന്നില്ല. എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എങ്ങനെ ചെയ്യണ്ടേ? ഇപ്പോ 2/5 into 2/5 into 10/20 ആണെന്നിരിക്കട്ടെ. 2/5 into 10/20 ആണെന്നിരിക്കട്ടെ. അതിപ്പോ നമ്മൾ എങ്ങനെ ചെയ്യും? ഡയറക്റ്റ് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 10 divided by 5 into 20. 2 into 10 divided by 5 into 20. ഇങ്ങനെ എഴുതി കഴിഞ്ഞാല് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്, അതായത് ന്യൂമറേറ്ററിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിനെ ഡിനോമിനേറ്ററിലുള്ള ഏതെങ്കിലും നമ്പറോട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അല്ലെങ്കിൽ ഡിനോമിനേറ്ററിലെ ഒരു നമ്പറിനെ ന്യൂമറേറ്ററിലെ ഒരു നമ്പറോട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇവിടെ ഡിനോമിനേറ്ററിലെ 5 കൊണ്ട് ന്യൂമറേറ്ററിലെ 10നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 5നെ കൊണ്ട് 10നെ ഡിവൈഡ് ചെയ്താൽ 2 എന്ന് കിട്ടും അല്ലേ? അപ്പൊ 5 ക്യാൻസൽ ആയി പോയി, ഇവിടെ 2 മാത്രമേ ഉള്ളൂ. ഇനി ഈ ന്യൂമറേറ്ററിലുള്ള ഈ 2 കൊണ്ട് ഡിനോമിനേറ്ററിലെ 20യെ ഡിവൈഡ് ചെയ്യാം, 10 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ബാക്കി എത്രയേ ഉള്ളൂ? ഇവിടെ 2/10 മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ 2 കൊണ്ട് അഗൈൻ നമുക്ക് 10നെ ഡിവൈഡ് ചെയ്യാം, 5 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഡിനോമിനേറ്ററിൽ മാത്രമേ നമ്പർ വരുന്നുള്ളൂ. ന്യൂമറേറ്ററിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ 1 എന്ന് വരും. ആൻസർ 1/5 എന്ന് വരുന്നു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേ. പ്രൊഡക്റ്റ് ഓഫ് ടു ഫ്രാക്ഷൻസ്, സോറി, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്നിട്ട് ഈ ഒരു എക്സാമ്പിൾ ഒന്ന് എഴുതി വെച്ചേ. എഴുതിയോ? ഇന്ന് ഡിവിഷൻ കൂടി പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കുഴപ്പമില്ല, ഡിവിഷൻ ഇതേപോലെ തന്നെ എന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്നതേ ഉള്ളൂ. ഒരു ക്ലാസ്സും കൂടി കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാം. ഓ ഓക്കെ, അപ്പൊ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ബൈ.